ഒഴുകിവന്ന മലവെള്ളം തൂത്തെറിഞ്ഞ പടവെട്ടിക്കുന്നിലെ കാഴ്ച അതിദയനീയമാണ്. വീടിന്റെ അസ്ഥികൂടങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ. ഇവിടെ താമസിച്ചിരുന്നവരെ പറ്റി ഒരു വിവരവുമില്ല. വെള്ളാർമലയിലെ പടവെട്ടിക്കുന്നിൽ നിന്ന് എസ് വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉരുൾ പൊട്ടിയൊഴുകി വന്ന ഈ വഴിയിലെ പടവട്ടിക്കുന്നിന്റെ താഴ്വാരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ താഴ്വാരത്ത് സകലതിനെയും തകർത്താണ് ഈ ഉരുൾ അവിടെ നിന്ന് പൊട്ടിയൊഴുകി വന്നത്. അത് വന്ന വഴിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതാണ്ട് 8 കിലോമീറ്റർ താഴേക്ക് ഉരുൾ ഒഴുകി വരികയായിരുന്നു. അതിന്റെ സൈഡിലുണ്ടായിരുന്ന, അതിന്റെ തീരത്തുണ്ടായിരുന്ന സകലതിനെയും അത് തച്ചു തകർത്തു. നമ്മൾ ഈ കാണുന്നതൊക്കെ ഒരു വലിയ ജനവാസ മേഖലയായിരുന്നു. ഇന്ന് ആഴത്തിലുള്ള ഗർത്തം മാത്രമായി അത് മാറുകയാണ്. ഒരു ഭാഗത്ത് തേയിലത്തോട്ടങ്ങൾ, അതിന്റെ ലയങ്ങൾ, പാടികളൊക്കെ ആയിരുന്നു. മറുഭാഗത്ത് എസ്റ്റേറ്റിലെ മാനേജർമാരൊക്കെ താമസിച്ച ക്വാർട്ടേഴ്സ് ഒക്കെ ആയിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗത്ത് ഇപ്പോൾ മൺകൂമ്പാരങ്ങൾ മാത്രമാണുള്ളത്. വലിയ കല്ല്, വലിയ പാറ അതിലേക്ക് വന്ന് വീണ് ഇത് ഏതാണ്ട് ഒരു വലിയ ഒരു പുഴ കണക്കെ ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അവിടെ വലിയ ആഴത്തിലുള്ള ഗർത്തങ്ങളാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. എത്രയോ ആൾ താഴ്ചയിലുള്ള ഗർത്തങ്ങളാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതിലൊക്കെ വെള്ളം ഇങ്ങനെ കുത്തിയൊഴുകുകയാണ്. ഈ പടവട്ടിക്കുന്നിന്റെ താഴ്വാരം ഭാഗത്തെ ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത് ഇത് മുണ്ടക്കയിലും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടിലും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ വീടുകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു ജനവാസ മേഖലയായിരുന്നു. അത് മുഴുവൻ തകർന്നു പോയി എന്ന് മാത്രമല്ല, ആ വീടുകളുടെ സ്ഥാനത്ത് മൺകൂമ്പാരം മാത്രമായി പോയതിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എനിക്ക് മുന്നിൽ കാണുന്നത് മുഴുവൻ വീടുകൾ ഇരുന്ന സ്ഥലമാണ്. അവിടെ വീടുകളുടെ തറ മാത്രമാണ് ബാക്കിയുള്ളത്. 1-2 വീടുകൾ മാത്രം ഭാഗികമായി തകർന്നിരിപ്പുണ്ട്. ബാക്കി മുഴുവൻ തകർന്നു. ജനവാസ മേഖല ഏതാണ്ട് നിശേഷമില്ലാതായി എന്ന് തന്നെ പറയാം. ഇവിടെ ഉണ്ടായിരുന്നവരെ പറ്റി ഒരു വിവരവുമില്ല. അവരെവിടേക്ക് പോയി എന്നറിയില്ല. അവർ ക്യാമ്പുകളിലില്ല എന്ന് മാത്രമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ ഈ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ ഇവിടെ ഈ ഒരു വീടിന്റെ ഭാഗത്താണ് മണ്ണിങ്ങനെ കൂമ്പാരം കൊത്തി കിടക്കുന്നത്. അവിടെ വലിയ പാറകൾ വന്നടിഞ്ഞു കിടക്കുകയാണ്. വലിയ മരം എന്ന് വെച്ചാൽ ഇത് മനുഷ്യർ എത്രയോ ആളുകൾ പിടിച്ച അപ്പുറം എത്താത്ത വലിയ മരം അത് ആ കുന്നിന്റെ മുകളിൽ നിന്ന് ഒഴുകി ഇവിടേക്ക് വന്ന് കിടക്കുകയാണ്. അതിനിടയിലൊക്കെ മനുഷ്യജീവിതങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അത് ഇനി എങ്ങനെ പരിശോധിക്കണമെന്നും നമുക്കറിയില്ല. ഇവിടേക്ക് വരുമ്പോൾ ഒരു ദാരുണ ദൃശ്യം കാണാം. ഒരു കുഞ്ഞു സൈക്കിൾ, ഒരു കുട്ടിയുടെ സൈക്കിളാണ്. സൈക്കിളിൽ ചവിട്ടാനൊക്കെ പഠിക്കുന്ന സമയത്ത് വാങ്ങിക്കൊടുത്ത ഒരു സൈക്കിൾ അതാണ് കാണുന്ന മണ്ണിൽ പൂണ്ട്. അതിൻ്റെ ഉടമ, ആ കുട്ടി എവിടെയെന്ന് നമുക്കറിയില്ല. ഞാൻ അന്വേഷിച്ചു, ഈ നാട്ടുകാർ ഇവരൊക്കെ എവിടെ പോയി എന്നത് ആർക്കും അറിയില്ല. ഇതൊരു വീടായിരുന്നു. ആ വീടിന്റെ തറയാണ് കാണുന്നത്. അവിടെ ആ വീടിന്റെ അതിന്റെ മുകളിലുണ്ടായിരുന്ന ആസ്ബറ്റോസ് എന്ന് നമ്മൾ കരുതുന്നു. അത് ഇങ്ങനെ പൊളിഞ്ഞ് അടുങ്ങി വന്ന് കിടക്കുകയാണ്. അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അവരിവിടെ തെരച്ചിലിനെത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരെ മറ്റൊരു വീട് തകർന്നു കിടക്കുന്നത് കാണാം. ഇവിടെ ഒരു കോൺക്രീറ്റ് വീടിന്റെ മുകൾ പരപ്പ് ഇടിഞ്ഞു കിടക്കുന്നു. ഇവിടെ താമസിക്കാൻ പറ്റാത്ത തരത്തിൽ 2 വീടുകളുണ്ട്. അതിന് താഴെയും മുകളിലുമൊക്കെയായി 6-7 വീടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് തന്നെ നമ്മളുടെ ഒറ്റ കാഴ്ചയിൽ തന്നെ 20-25 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്ന് നമ്മളുടെ കാഴ്ചയിൽ തന്നെ മനസ്സിലാകും. ഇവിടെ വന്നാൽ ഇവിടെ താമസിക്കുന്നവരെ ആരെങ്കിലും കണ്ടാൽ മാത്രമേ എത്ര വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയൂ. ഒരുപക്ഷെ സജീവ രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധ ഇന്നൊക്കെയാണ് ഈ ഭാഗത്തേക്ക് പതിഞ്ഞത്. നമ്മൾ ആ കാണുന്ന കോടമഞ്ഞ് ഇറങ്ങി വരുന്ന ആ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഉരുൾ പൊട്ടി ഒഴുകി വന്നത്. ഏതാണ്ട് ഒരു എൽ ഷേപ്പിൽ താഴേക്ക് ചൂരൽമലയിലേക്ക് ആഞ്ഞു പതിച്ചതിൻ്റെ സൈഡിലുണ്ടായിരുന്ന, നടുക്കുണ്ടായിരുന്ന, ഇരുവശങ്ങളിലും ഉണ്ടായിരുന്ന സകലതിനെയും ഈ ഉരുൾ കവർന്നെടുത്തു, ഒലിച്ചു കൊണ്ടുപോയി. നോക്കൂ, പാറകൾ മാത്രമാണ് അത് ഒഴുകി വന്ന വഴിയിൽ അവശേഷിക്കുന്നത്, മറ്റൊന്നുമില്ല. ഇതിന്റെ 2 ഭാഗവും സജീവ ജനവാസ മേഖലകളും തൊഴിലാളികളുടെ ലയങ്ങളും ഒക്കെ ആയിരുന്നു. അതൊക്കെ പോയി. അതിലൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നത് ആർക്കും അറിയില്ല. അവരെ ഒന്നും തേടി ആരും വരുന്നുമില്ല, ബന്ധുക്കളും വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു, എത്ര പേരുണ്ടായിരുന്നു എന്നൊന്നും അറിയില്ല. അവിടെ ഒരു എസ്റ്റേറ്റ്, ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നിടത്ത്. അതിലുണ്ടായിരുന്ന അതായത് ഒരു 2 കുടുംബം, എസ്റ്റേറ്റ് മാനേജർമാരുടെ കുടുംബം നിശേഷം അവിടെ നിന്ന് ഒഴുകിപ്പോയി. കുഞ്ഞുങ്ങളടക്കം ആ കുടുംബത്തിലുണ്ടായിരുന്നു എന്നാണ് എന്നോട് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആളുകൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കേട്ടാൽ കരളലിയുന്ന, കണ്ടാൽ കണ്ണു നിറയുന്ന, ഹൃദയം നുറുങ്ങുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവകേന്ദ്രങ്ങളിൽ നിന്ന് കാണാനും മനസ്സിലാക്കാനും കഴിയൂ. എന്തൊരു ദുരന്ത ഭൂമിയായി ഇത് മാറി എന്നത് ഞാൻ വാക്കുകളിൽ പറയാതെ ദൃശ്യങ്ങളിലെല്ലാം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.